ഹായ്, ജോഷി ചള്ളിയിൽ എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ. നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഈ ഫൗണ്ടേഷൻസ് കഴിഞ്ഞാൽ വീടിൻ്റെ എല്ലാ വെയിറ്റും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഭിത്തികളിലൂടെയാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ആ വെയിറ്റ് ട്രാൻസ്ഫറിങ് മെക്കാനിസം ഉണ്ട്. നമുക്കതൊന്ന് നോക്കാം. അതെ, നമുക്ക് ഈ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ ലോഡ് ബെയറിംഗ് വാൾ അത് ഏതൊക്കെ രീതിയിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് സാധാരണ വീടൊക്കെ പണിയുമ്പോൾ കണ്ടിരിക്കുന്നത് എന്താണ്? മേസണറി സ്ട്രക്ചറാണ്. ഒന്നെങ്കിൽ വെട്ടുകല്ല്, ഇല്ലെങ്കിൽ ഇഷ്ടിക, അല്ലെങ്കിൽ സോളിഡ് ബ്ലോക്ക്, ഇവയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് അല്ലേ? അപ്പം അതിന് പറയുന്നത് മേസണറി സ്ട്രക്ചർ എന്നാണ്. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കോളവും ബീമും ഒക്കെ ചെയ്ത് ഭിത്തി പണിയുന്ന മെത്തേഡ്. അത് ഫ്രെയിംഡ് സ്ട്രക്ചർ. ചില സ്ഥലങ്ങളിൽ ശരിക്കും പോസ്റ്റ് അല്ലെങ്കിൽ ഫ്രെയിം സ്ട്രക്ചർ, അതായത് നമുക്ക് സ്റ്റീൽ ബിൽഡിംഗ് കണ്ടിട്ടില്ലേ, പോസ്റ്റും ഫ്രെയിമും ഒക്കെ ചെയ്ത് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇനി ഇതല്ലാതെ കമ്പൈൻഡ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് സ്ട്രക്ചറും കാണാറുണ്ട്. ഇതെല്ലാം നമ്മളുടെ സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ വെയിറ്റിനെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഈ മെത്തേഡ്സിൽ ഏതൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മേസൺട്രി, അതായത് ലാറ്ററേറ്റ്, ബ്ലോക്ക്, സോളിഡ് ബ്ലോക്ക് തുടങ്ങിയവ, പിന്നെ സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട്, കോൺക്രീറ്റ് ഉപയോഗിക്കുന്നുണ്ട്, കോമ്പോസിറ്റ് ആയിട്ട് മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിക്കിനൊപ്പം തന്നെ വുഡ് കോമ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ലോഡ് ബെയറിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഈ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭിത്തി കെട്ടുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും നമ്മൾ വീടൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഭിത്തിയുടെ സ്ഥലം അല്ലെങ്കിൽ ഭിത്തിയുടെ പൊസിഷൻ എന്താണ്, അതിന്റെ ലോഡ് പാത്ത് എന്താണെന്ന് നമ്മൾ നോക്കും. ലോഡ് പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് നില വീടാണെങ്കിൽ നമ്മൾ സാധാരണ ഭിത്തിക്ക് മുകളിൽ തന്നെ ഭിത്തി വരുന്ന രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുക അല്ലേ, അല്ലാതെ ഭിത്തിയിൽ നിന്ന് മാറി ചെയ്യാറില്ല. അങ്ങനെ മാറി ചെയ്യുന്ന കണ്ടീഷൻസിൽ അതിലേക്ക് എന്ത് ചെയ്യും, ഒരു ബീം ചെയ്ത് ആ ബീമിലൂടെ ആ മുകളിലത്തെ ഭിത്തിയുടെ ലോഡ് താഴത്തെ ഭിത്തിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ലോഡ് പാത്ത് സിമെട്രിക്കായി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ വെർട്ടിക്കലി വരുന്ന രീതിയിലാണ് പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്യുക. അതല്ലാതെ ചില കൺസ്ട്രക്ഷനാണ് ഈ ഫ്രെയിംഡ് കൺസ്ട്രക്ഷൻ, അതായത് കോൺക്രീറ്റിന്റെ ബിൽഡിങ്, കോൺക്രീറ്റിന്റെ കോളമൊക്കെ പക്ക ഫ്രെയിം, അതിന്റെ സപ്പോർട്ടിലും ജംഗ്ഷൻസും ഒക്കെ നോക്കി ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന മെത്തേഡ്സ്. ഈ ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ലോഡ് ബെയറിംഗ് വാളിൽ നമ്മൾ അതിന്റെ ലോഡ് പാത്ത് അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ കണക്ഷൻസ്, അതോടൊപ്പം തന്നെ അതിന്റെ ലോഡ് ഫാക്ടർ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്മെൻ്റ് ആയിട്ട് പല മെറ്റീരിയൽസും പല ടെക്നോളജികളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടെക്നോളജിയിൽ പെടുന്നതാണ് ശരിക്കും പല അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച്, ഇപ്പോൾ കാർബൺ ഫൈബറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൻ്റെ ഹൈ സ്പാനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പല ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിലെ പാലങ്ങളൊക്കെ നോക്കിയാൽ കാണാം, നമുക്ക് 20 മീറ്റർ 30 മീറ്റർ സ്പാനിലെ ബീമുകളൊക്കെ കാണാൻ സാധിക്കും. സോ പ്രീ സ്ട്രെസ്ഡ്, റീകാസ്റ്റ്, അല്ലെങ്കിൽ കേബിൾ റീൻഫോഴ്സ്ഡ്, അങ്ങനെയുള്ള പല ടെക്നോളജികൾ വന്നിട്ടുണ്ട്. അത് പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ ശരിക്കും ഈ പറയുന്ന ഫ്രെയിം സ്ട്രക്ചറുകളുടെ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഭിത്തികളുടെ അല്ലെങ്കിൽ അതിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻസിന് സാധിച്ചിട്ടുണ്ട്. എത്ര നോക്കിയാൽ തന്നെയും പഴയ കാലത്തെ മേസൺറി സ്ട്രക്ചറുകൾ നോക്കിയാൽ ഇപ്പോൾ ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ടൊക്കെ ഉപയോഗിച്ച് അല്ലെ സ്ട്രക്ചർ ബോണ്ടൊക്കെ ഉപയോഗിച്ച് കിട്ടിയ പല ഓർണമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പല ബിൽഡിങ്ങുകളും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചരിത്രം നോക്കിയാൽ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്ന് പ്രീകാസ്റ്റ്, പ്രീസ്ട്രെസ്ഡ്, കാർബൺ ഫൈബർ മെറ്റീരിയൽ വരെ എത്തിയിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവർക്കും സാധാരണ വീട് പണിയുമ്പോഴും നമ്മുടെ ഭിത്തി ഏറ്റവും സേഫായിട്ടുള്ള ലോഡ് ബെയറിംഗ് സ്ട്രക്ചറായിട്ട് പണിയും എന്ന് നിങ്ങളെല്ലാവരും ഉറപ്പുവരുത്തുക.